ശബരിമലയിൽ ഭക്തജന തിരക്കേറി മണ്ഡലകാലം ആരംഭിച്ച് ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിന് എത്തിയത്. ഇന്നലെ 1,18,886 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ മാത്രം സ്പോട്ട് ബുക്കിങ്ങിലൂടെ 11,886 പേരും ദർശനം നടത്തിയിട്ടുണ്ട്. ഈ വർദ്ധിച്ച തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി കുറച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് മലകയറ്റം? കുഴപ്പമില്ല, സുഖമായിരുന്നു. എല്ലാം തിരക്കുണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് എത്താൻ പറ്റി. പമ്പയിൽ നിന്നും ഇവിടേക്ക് എത്ര സമയം എടുത്തു? ഒരു മണിക്കൂർ. പമ്പയിൽ നിന്നും സന്നിധാനം വരെ 1 മണിക്കൂറോ? 1 മണിക്കൂറല്ലേ, 4 മണിക്കൂറോളം എടുത്ത്. 4 മണിക്കൂറോളം എടുത്ത്. ഞങ്ങൾ 11:30 കയറി. 11:30 കയറി ഏകദേശം ഒരു 5 മണിയായി. നേരമ്പെടുത്ത് അത്ര നേരം എടുത്ത്. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ? ഒരു കുഞ്ഞു മാളയപ്പുറം ഉണ്ട്. കുഞ്ഞില്ല, എൻ്റെ അല്ലേ. ഇതാരുടെയാണ്? എൻ്റെ ഓ സുഖമായിരുന്നു. ആ തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല. സ്പീഡിൽ കയറിയപ്പോൾ അങ്ങനെ കയറി. കുട്ടി മാളിപ്പുറം സ്പീഡിൽ കയറിയപ്പോൾ കൂടെ കയറി. അങ്ങനെ നല്ല സ്പീഡിലാണോ മല കയറി? സുഖമായിരുന്നില്ലേ? സ്വത്തോ വരണോ? കുഴപ്പമില്ലടാ. ഓക്കെ, കുഞ്ഞുമാളിപ്പുറം ചിരിക്കുകയാണ്. ഓക്കെ, ഇന്നിപ്പോൾ മഴയൊന്നുമില്ല. പുലർച്ചെ എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ നടപ്പന്തല്ല എങ്ങനെ ഉണ്ടായിരുന്നു തിരക്ക്? തിരക്കുണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നു. പൊതുവെ സംതൃപ്തരാണ്. ഇന്ന് പുലർച്ചെ 3-ന് നട തുറന്നപ്പോൾ മുതൽ നല്ല തിരക്ക് തന്നെയുണ്ട്. പുലർച്ചെ 3 മുതൽ 4 വരെ 7,734 പേർ ദർശനം നടത്തി. 4 മുതൽ 5 വരെ 13,668 പേരും ദർശനം നടത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ രാവിലെ സന്നിധാനത്തെ കാഴ്ച ഇതാണ്. നല്ല നീണ്ട ക്യൂ തന്നെയുണ്ട്. ശ്രീകോവിലിന് സമീപവും ഒപ്പം തന്നെ ഫ്ലൈ ഓവറിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പക്ഷേ ഭക്തർ പറയുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ക്യൂ നിന്നാലും അവർക്ക് ദർശനം സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ്. പോലീസും അതിന് തക്ക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു രാത്രി 11-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോഴേക്കും 1,00,000-ന് മുകളിൽ സംഖ്യ എത്താനുള്ള സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി നിജപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റം? എങ്ങനെയുണ്ടായിരുന്നു? ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും തൊഴാൻ പറ്റി. മഴയില്ല, അതൊരു ഭാഗ്യം. രാത്രി തന്നെ തൊഴുതു. ഇന്നലെ തുടങ്ങി നടന്നിട്ട് ഇന്ന് എത്തിയത്. ഇപ്പൊ വീണ്ടും തൊഴുകയാണ് ഒരിക്കൽ കൂടി. ഇനിയിപ്പോ ഇവിടെ ഞങ്ങള് സ്റ്റെപ്പ് കയറി വന്ന് ഇപ്പൊ പ്രദക്ഷിണം വെച്ച് തൊഴുത് ഇറങ്ങും. പമ്പയിൽ നിന്ന് ഇവിടം വരെ എത്ര സമയം എടുത്തു സന്നിധാനം? അത് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങള് ഒരു 4 മണിക്കൂറോളം എടുത്ത്. പൊതുവെ തൃപ്തരാണ്. ఎങ്ങനെയുണ്ടായിരുന്നു మలగైటం? గుంటూరు ఆంధ్ర నుంచి వచ్చాం. నిన్న వచ్చాం. వర్షం లేదు, కొద్దిగా బాగానే ఉంది. పంపలో స్నానం చేసాం, ఫ్రీగానే ఉంది. దర్శనానికి వచ్చాం. പ്രാവശ്യവും പതിവ് പോലെ ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തരാണ് കൂടുതലായിട്ടും സന്നിധാനത്തേക്ക് എത്തുന്നത്. എല്ലാവരും പൊതുവെ തൃപ്തി പ്രകടിപ്പിക്കുന്നു. ഇന്നും തിരക്ക് കൂടുതലാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദേവസ്വം ബോർഡും പോലീസും ഒക്കെ സ്പോട്ട് ബുക്കിംഗ് 5,000 ആക്കി നിജപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ സന്നിധാനം.